ഉന്മേഷേ ആ. പൊതുവെ വീട്ടിലൊക്കെ എങ്ങനെയാ? വീട്ടില് അല്ല, ഞാൻ എങ്ങനെയാന്ന് വീട്ടിലുള്ളവരല്ലേ പറയണ്ടേ? അവരൊന്നും പറയുന്നുണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. വെൽക്കം മിസ്സസ് ഉന്മേഷ്. വരട്ടെ വരട്ടെ. ഹായ് ഹായ്. വരൂ 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 വരൂ. കുറച്ച് നേരായിട്ട് ഇന്ന് വിലസ് കേട്ടോ, PhD എടുത്ത്. ഓക്കെ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നു. ഉന്മേഷിന്റെ ധർമ്മപത്നിയാണ്. മുഴുവൻ പേരെങ്ങനെയാ? മരിയ ട്രീസ ജോസഫ്. അത്രയും നീളമുള്ള പേര് വേണമായിരുന്നു. ഇട്ടുപോയി. ഇട്ടുപോയി. മരിയ ട്രീസ ജോസഫ്. എവിടെയാ സ്വദേശം? കാഞ്ഞിരപ്പള്ളി, കോട്ടയം. എവിടെ വെച്ചാണ് ഈ മനുഷ്യനെ കണ്ടുമുട്ടിയത്? ഇവിടെ വെച്ച് തന്നെ. പക്ഷേ എന്റെ പൊന്നെ, ഈ 24 വരുന്നവരെല്ലാം ഇങ്ങനെയാണോ? അല്ല, ഇവിടെ വെച്ചല്ല, വഴി വെച്ചിട്ട് വണ്ടി കയറാൻ നിൽക്കുന്നു. അല്ലല്ല, എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ പരിചയപ്പെട്ടു. ഫ്രണ്ടിന്റെ ഫ്രണ്ട്? ആരാ ഫ്രണ്ട്? ആ ഫ്രണ്ടിനെ പിടിക്കേണ്ടത് ആരായത്? അല്ല, SK അറിയത്തില്ലാത്ത അറിയത്. മരിയ ട്രീസ ജോസഫ്, ഡോക്ടർ ഉന്മേഷ്. PhD ഉണ്ടോ? ഇല്ലില്ല. 2 PhDക്കാർക്ക് ഒരു കൂര കീഴിൽ താമസിക്കാൻ പറ്റില്ലേ? താമസിക്കാൻ പറ്റും, പക്ഷെ എനിക്കില്ല. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ദുർഗുണം ഏതാ? ഗുണമല്ല ചോദിച്ചത്. വിജയകുമാർ പറയണ്ടെന്ന് പുള്ളി പറഞ്ഞോണ്ടല്ലോ, പറയണ്ടെന്നല്ലേ പറഞ്ഞു. മരിയ പറ. മരിയ ഒന്നും നോക്കാനില്ല. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് അല്ല മരിയ, ഞാൻ ഈ മനുഷ്യന്റെ എന്ത് അക്രമം ഉണ്ടായാലും അതിനൊരു 24 ഉദ്യോഗസ്ഥൻ എന്നുള്ളത് ഞാനത് ചേർത്തോളാം. മരിയ പറ. ഇല്ല, അങ്ങനെ ഒരു ദുർഗുണം ഇല്ല. ക്വാളിറ്റി വേണമെങ്കിൽ ഉണ്ട്. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടോ? അല്ല, ക്വാളിറ്റീസ് കുത്തക പിടിച്ചിരിക്കുന്ന ആളാണോ ഡോക്ടർ? അപ്പം മരിയ ഇദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്തോ? ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഒരു സ്പേസ്, നമുക്ക് ഒരു സ്പേസ് തരും. അതിന് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അതാണ് ഞാൻ കാണുന്ന ക്വാളിറ്റി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഡോക്ടർ ഉന്മേഷിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഒരാളിന്. പ്ലേ. ഏതാണ്ട് 2011 തന്നെ ഗവേഷണം ആരംഭിക്കുകയും പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ ആ ഗവേഷണം മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്തു. എന്തായാലും 2022 അവസാനം ഒക്ടോബറോട് കൂടിയാണ് ഉന്മേഷിന് ഗവേഷണം തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തികച്ചും നമുക്കൊട്ടും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണത്. കാരണം എന്തുകൊണ്ടാണ് ഇത് പൂർത്തിയാക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണം എനിക്ക് പറയാനുള്ളൂ, കൃത്യമായിട്ട് ഉന്മേഷ് കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. എനിക്കറിയാം, ചാനലിൽ നിന്ന് ലീവ് എടുക്കാതെ കൃത്യനിഷ്ഠയോടുകൂടി വളരെ കൃത്യമായിട്ട് ഇത് ചെയ്തത് കൊണ്ട്, അതിൽ പങ്കെടുക്കാൻ പറ്റിയതുകൊണ്ടാണ് അത് പൂർത്തിയാക്കാൻ പറ്റിയത്. ഞാൻ ആ ഗവേഷണകാലത്തെ അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ചാപ്റ്റർ എന്നെ ഏൽപ്പിക്കും, ഞാനും അത്യാവശ്യം തിരക്കുള്ള ഒരാളാണ്. അതിനിടയ്ക്കാണ് ഇത് നോക്കുക, രാത്രിയിലൊക്കെ ഇരുന്നാണ് തീസിസ് നോക്കുക. അപ്പോൾ ചിലപ്പോൾ പല സംശയങ്ങൾ വരും. അപ്പോൾ ഉന്മേഷിനെ വിളിക്കണമെങ്കിൽ ആദ്യം നോക്കുന്ന ചാനലിൽ ആളുണ്ടോ എന്നാണ് നോക്കുക. ഇല്ലെങ്കിൽ വിളിക്കും, ഇല്ലെങ്കിലും മെസ്സേജുകൾ ഇടും. അപ്പോൾ അതിന് കൃത്യമായി മറുപടി വരും. ചിലപ്പോൾ ഒരു 10 പേജ് എഴുതി കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് തിരുത്തി കൊടുത്തു കഴിയുമ്പോൾ അതൊരു 15, 20, 30 പേജായിട്ട് തിരിച്ചു വരും. അങ്ങനെ വളരെ പെട്ടെന്ന് ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉന്മേഷിന് കഴിഞ്ഞു. 3 മാസമാണ് ശരിക്കും സമയം കിട്ടിയത്. ഉന്മേഷ് കഠിനമായിട്ട് അധ്വാനിച്ചു. അപ്പോൾ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയും, ടീച്ചർ വിഷുവിൻ്റെ പ്രോഗ്രാം തിരക്കാണ്, ഒരു രക്ഷയുമില്ല എന്ന് പറയും. എങ്കിലും ഒരു ലീവ് എടുക്കാതെ വളരെ ഭംഗിയായിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരഭിപ്രായത്തിൽ ഒരുപക്ഷെ ഈ ചാനലിൽ നിന്ന് കിട്ടിയ ഒരു ഊർജമുണ്ട്, അത് സമയത്തിൻ്റെ വിലയുണ്ട്, കൃത്യനിഷ്ഠ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സെക്കൻഡ് പോലും ഈ ചാനലിലെ ജോലിക്ക് വളരെ പ്രധാനമാണ്. ഭാഷാപരമായിട്ട് വളരെ ലളിതമായ കൊച്ചു കൊച്ചു വാചകങ്ങളിലാണ് ഉന്മേഷിൻ്റെ പ്രബന്ധം മുന്നോട്ട് പോകുന്നത്. അതും ഈ ചാനലിൻ്റെ ഒരു ജനകീയ സ്വഭാവത്തിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം അതിനുണ്ട് എന്നെനിക്ക് തോന്നുന്നു. തീസിസ് എഴുതിക്കൊണ്ടിരുന്നത് എപ്പോഴും കമ്പ്യൂട്ടറിലാണ് ചെയ്യുക, അത് മെയിൽ അയച്ചു തരും. സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ഞാൻ ഉന്മേഷിൻ്റെ കൈയക്ഷരം കണ്ടിട്ടില്ല. എനിക്ക് ഉന്മേഷിനോട് ചോദിക്കാനുള്ള, അന്നും ഇന്നും എന്നും ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. ഇപ്പോൾ ഗവേഷണം തുടങ്ങി 10-12 കൊല്ലം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പിന്നെ ഒരവസരം കിട്ടിയപ്പോൾ 3 മാസം കൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ, അതായത് മെയ് 26-ന് തീസിസ് വെക്കേണ്ട ആൾ അത് കൊണ്ടുപോയി മെയ് 22-ന് സമർപ്പിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ വരെ ഞെട്ടിപ്പോയി. അപ്പോൾ എന്തുകൊണ്ടിത് നേരത്തെ തോന്നിയില്ല ഉന്മേഷേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, പ്രൊഫസർ ലിസി മാത്യു, എനിക്കൊന്ന് ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ്റെ ഗൈഡായിരുന്നു, PhD ഗൈഡായിരുന്നു. അപ്പോൾ ആ ചോദിച്ച സംശയത്തിന് മറുപടി ടീച്ചർ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടെങ്കിലോ? അത് ചെയ്ത് എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് ചോദിച്ചാൽ, അത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത് എൻ്റെ വ്യക്തിപരമായ ഒരു കാരണം കൊണ്ടാണ്. പുറത്ത് പറയാൻ പറ്റുന്ന കാരണമാണോ? അല്ല, ഞാൻ പുറത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇഷ്ടപ്പെടാൻ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം. അതുകൊണ്ട് നമ്മൾ പോപ്പുലർ ആവും അൺപോപ്പുലർ ആവും ചില ക്ലൂ
അത് അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവത്തില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതെൻ്റെ ഒരു അത് പേഴ്സണൽ, അതെൻ്റെ ഒരു പേഴ്സണലാണ്, കുറച്ച് പേഴ്സണൽ ആയിരിക്കും, കുറച്ച് എനിക്ക് ഞാൻ വൈകാരികമായ അല്ലേ അത് ഞാൻ അങ്ങനെ രണ്ട് തരത്തിലുണ്ട്. പരസ്യപ്പെടുത്താൻ ഓക്കെ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ. വിജയൻ നിർദോഷമാണല്ലോ വിജയ. ആ എങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങ് പോകാതിരുന്നതാണ്. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് ടീച്ചർ ഞങ്ങളുടെ HOD ആയിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഗവേഷണം പൂർത്തിയാക്കാത്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ടീച്ചർ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ഗവേഷണം തീർക്കുകയാണോ അതോ രജിസ്ട്രേഷൻ അവസാനിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ടീച്ചറിനോട് പറയും ഞങ്ങളത് ചെയ്യാം, ഇത് വെക്കാം എന്ന് പറയുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു പിന്നെ ഇനി നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഉത്സാഹം കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർക്ക് വാക്ക് കൊടുത്തു, ടീച്ചറെ ഞങ്ങൾ വെക്കും എന്ന്. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഉറക്കമൊക്കെ ഇല്ലാതെ കുറേ നാൾ പണി. ഇടയ്ക്ക് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു, ഉന്മേഷം ഉറങ്ങിയില്ലേ, മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന്. അല്ല, എനിക്ക് പക്ഷേ ഞാൻ ടീച്ചർ പറഞ്ഞൊരു പോയിന്റ് ശ്രദ്ധിച്ചത്, അതായത് ചാനലിൽ നിന്ന് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ മുങ്ങിക്കളഞ്ഞോ? അല്ലല്ല, ഞാൻ ഇടയ്ക്ക് ഗോപികൃഷ്ണൻ അറിയാതെ മുങ്ങിക്കളഞ്ഞു. 20 ദിവസം ലീവ് എടുത്തായിരുന്നു. അത് ഏറ്റവും അവസാനം അവസാനം അല്ല, അത് ടീച്ചർക്ക് അറിയായിരുന്നു. അത് അവസാനം ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പൊന്ന് എല്ലാ പ്രൂഫും വായിച്ച് അതിന് വേണ്ടിയിട്ട് മാത്രം എടുത്ത ലീവാണ്. ബാക്കി ഇതെല്ലാം ഞാൻ ജോലിക്ക് ഇടയ്ക്ക് തന്നെയാണ്. എന്തായാലും ഉന്മേഷ് PhD എടുത്ത് നന്നായി. എനിക്കാണ് ഈ എപ്പോഴും ഈ അരുണിനെയൊക്കെ ഡോക്ടർ എന്ന് വിളിച്ച് ഒരു ഡോക്ടറെ വിളിക്കാൻ കിട്ടുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ആ സായുജ്യം അടയുന്ന ഞാൻ ഉന്മേഷിനെ ഡോക്ടർ ഉന്മേഷ് എന്ന് വിളിച്ചാൽ. താങ്ക് യു സാർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മരിയ എത്ര കാലമായി 24 ജോലി ചെയ്യുന്നു? ഞാൻ 3 വർഷമാകുന്നു. ഡിജിറ്റലിൽ ആണ് ജോലി ചെയ്യുന്നത്, ഡിജിറ്റൽ പ്രൊഡ്യൂസറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഉന്മേഷ് മരിയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയോ? ഇവിടെ അറിഞ്ഞിരുന്നില്ലല്ലോ മരി ഇങ്ങോട്ട്. അല്ല, മരിയ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് അറിയായിരുന്നു. എപ്പോഴെങ്കിലും വരും അതറിയാം. ഇന്നൊന്നും പക്ഷെ ഒരു വികാരം ഇല്ലായിരുന്നല്ലോ ഫേസിൽ. ഞാൻ പൊതുവെ മരിയെ കണ്ടപ്പോൾ വേറൊരാളുടെ ഭാര്യ കയറി വരുന്ന ഇല്ല, എനിക്കങ്ങനെ പൊതുവിൽ അങ്ങനെ വലിയ ഇത് ഒരു ഫീൽ ഇല്ല. മരിയെ കണ്ടാലും മകനെ കണ്ടില്ലേ മകൻ, അങ്ങനെയാണ്. അങ്ങനെയല്ല, അങ്ങനെ അല്ല, ഒരു ഫീൽ ഇല്ലാത്ത എന്താണ്? ഇപ്പം നമ്മളൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രക്ഷേപണ ജീവിതത്തിലേക്ക് ഭാര്യ കയറി വന്നു എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സ്പ്രഷനും ഇല്ല, നോ എക്സ്പ്രഷൻ അറ്റ് ഓൾ. ഞാൻ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും, അതുകൊണ്ട് അത്രയ്ക്ക് വലിയ ഇതില്ലാന്നേ ഉള്ളൂ. മരിയക്ക് എന്താ തോന്നിയത്? ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചു ഒന്നാണ്. അങ്ങനെയില്ല, എന്നോട് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പം കെട്ടിയൊരു പണിയാന്ന് മനസ്സിലായോ? പിന്നെ അറിയാലോ. അറിയാം. അപ്പം ഉന്മേഷ് അറിയരുത്, ആരും അറിയരുതെന്ന് പറഞ്ഞു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇല്ലില്ല. പക്ഷേ ഈ ഇദ്ദേഹത്തിന് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നല്ലോ. ഞാൻ വരുന്ന സംശയം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഞാൻ സംശയിച്ചു വേറെ ആരെങ്കിലും വരുന്നതായിരിക്കും സംശയിച്ചത്. കറക്റ്റ് മരിയ, ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതല്ല, ഉന്മേഷിന്റെ അച്ഛൻ ഇത് ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ മരിയ. ഓക്കെ, ഏതായാലും മരിയ, നിങ്ങൾ വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ കഴിയുന്ന കപ്പിളാണെന്ന് എനിക്കറിയാം, അല്ലേ? ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സാർ. ഒരു ചെറിയൊരു പുണ്യം അതിലുണ്ട്. താങ്ക് യു എന്ന് പറഞ്ഞപ്പോഴും ഞാനെല്ലാടാ അനുഭവിക്കുന്നത് എന്നുള്ള ലൈനിൽ അങ്ങനെ അല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ഈ നമ്മൾ ഇത്രയും കാര്യം ചോദിക്കണമല്ലോ. നമ്മൾ മരിയ നമ്മുടെ സ്റ്റാഫാണെങ്കിലും ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ കല്യാണം കഴിച്ചതിന് ശേഷം സന്തുഷ്ടനായി കഴിയുന്നതിൽ മരിയയുടെ റോൾ എങ്ങനെയാണ്? മരിയയ്ക്ക് നല്ല റോളുണ്ട്. കാരണം മരിയ അങ്ങനെ എൻ്റെ കാര്യങ്ങൾ അങ്ങ് അധികം ഇടപെടുന്ന ആളല്ല. എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, സ്പേസ് ഉണ്ട്. ഞാൻ ഇടപെടത്തില്ല. ഞാൻ ഇപ്പോൾ ചിലപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ചെല്ലുമ്പോൾ മരിയ കിടന്ന് ഉറക്കമായിരിക്കും. ചിലപ്പോൾ എങ്ങോട്ട് പോയാലും എപ്പോഴും പറയണോ? മരിയോട് പറയണോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. എവിടെയാണ് ഇടയ്ക്ക് കണ്ടു മരിയ എങ്ങോട്ട് പോയാലും പറയണോ? നിർബന്ധമില്ല. അത് പറഞ്ഞാൽ കൊള്ളാം. ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പൊ ഷൂട്ടിനൊക്കെ പോവാണെങ്കിൽ മരിയ ഒരു തോന്നിയായിട്ട് നടന്നു നോക്കും, അപ്പൊ അറിയാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അങ്ങനെയില്ല. ഇല്ല. ഓക്കെ, താങ്ക് യു ഉന്മേഷ് ശിവരാമൻ. ഇതിൽ ഒരു കാര്യം, ഒരു തമാശയാണ്. കൊല്ലത്ത് ഫെസ്റ്റിവലിൽ മരിയ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചാൽ ലാസ്റ്റ് ഡേയുടെ തൊട്ട് തലേ ദിവസമാണ് അല്ലേ, മരിയക്ക് പനി പിടിച്ചു. ഒട്ടും തീരെ വയ്യ. അപ്പൊ ഞാനിങ്ങനെ മരിയോട് ചോദിച്ചു, ഉന്മേഷിനോട് പറഞ്ഞോ എന്ന് ചോദിച്ചു. ഉന്മേഷിനോട് പറഞ്ഞു. അപ്പൊ എന്നിട്ട് എന്ത്, അസൈൻമെന്റ് ഡെസ്കിനെ അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെയല്ല, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതാണ് ഒരു ഞാൻ ഇപ്പൊ പറഞ്ഞ ജെയിംസിന് മനസ്സിലായോ? ഒരിക്കലും ഭാര്യയും ഭർത്താവ് ഒരു ഓഫീസിൽ പെടാൻ പാടില്ല. അങ്ങനെയല്ല സാറേ, അത് ഞാൻ പറയാം. ഡിജിറ്റലാക്കിയത് അതും മരിയക്ക് അന്നൊരു ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡ്യൂട്ടി മരിയക്ക് പനി ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അവിടെ നമ്മുടെ ഓഫീസുകാരിയാണല്ലോ, അപ്പൊ അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അസൈൻമെന്റ് ഡെസ്കിനോടാണ് എന്നതുകൊണ്ട് ഡെസ്കിൽ കൂടി പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതോ പനി പിടിച്ചത് അസൈൻമെന്റിനെ അറിയിക്കാം? അല്ലല്ല, ആ രീതിയിലാണ് ഭർത്താവിനോട് ഭാര്യ പറയാം എനിക്ക് പനി പിടിച്ചു. അപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു അനുജ, ഈ ഭർത്താവിന്റെ മനസ്സിൽ വിച്ച് ഈസ് ഒഫീഷ്യൽ ഡ്യൂട്ടി, വിച്ച് ഈസ് അൺഒഫീഷ്യൽ ഡ്യൂട്ടി എന്ന് സംശയം. അങ്ങനെയല്ല സാർ, അല്ലല്ല, അങ്ങനെയല്ല. ഇതിപ്പം ഞാനിപ്പോ വേറെ മനുഷ്യ മറന്നുപോലെ മരി ഈസ് യുവർ വൈഫ്. അതെ, അത് മറന്നിട്ടല്ല പറഞ്ഞത്. പക്ഷെ അത് മറിയ സംസാരിച്ച കാര്യം അത് ഒഫീഷ്യൽ കാര്യമാണ്. എന്തായാലും ഇതിനകത്തൊരു PhD വേണ്ടി വരും.
അല്ല അങ്ങനെ പറയല്ലേ. ഓക്കെ ഉന്മേഷ് പെട്ടു. ഉന്മേഷ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് നന്നായി. പൊതുവേ ഉന്മേഷിന്റെ മുഖത്ത് അങ്ങനെ വികാരങ്ങളൊന്നും ചെയ്യാറില്ല. വികാരങ്ങളൊന്നും പുറത്ത് ഞാൻ 2 പേരിലാണ് ഈ നിർവികാരത ഓളം വെട്ടുന്നത് കണ്ടുള്ളത്. ഒരെണ്ണം പിയുടെ മുഖത്തോളം ഓ ഭയമില്ലല്ലോ, ഒരിക്കലും വികാരമേ ഇല്ല. വികാരമേ ഉള്ളൂ.